പലതും ഒരു 1 ഇയർ ലോങ് ജേർണിയാണ്. ഇപ്പോൾ പ്രിലിംസ് നമുക്ക് വരിക ജൂണിലായിരിക്കും, മെയിൻസ് വരിക ഒക്ടോബർ, ഓഗസ്റ്റ്, സെപ്റ്റംബർ സമയത്തായിരിക്കും. ഇൻ്റർവ്യൂ വരിക ജാനുവരി, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി സമയത്തായിരിക്കും. ഒരു കൊല്ലം നമ്മൾ ഈ എക്സാമിന് വേണ്ടി തന്നെ മാറ്റി വയ്ക്കണം. ഇനി എനിക്ക് പ്രിലിംസ് കിട്ടിയില്ല, പിന്നെയും അടുത്ത കൊല്ലം മെയിൽ വേണം ഞാൻ എഴുതാൻ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ കുറച്ച് പേഷ്യൻസ് വേണം. ഈ പേഷ്യൻസ് ഉള്ളവരെ ഈ പ്രോസസ്സിൽ നിൽക്കുള്ളൂ, അവസാനം റാങ്ക് ചെയ്താവുള്ളൂ. പെർസിവറൻസ് ഇതെപ്പോഴും ഹോൾഡ് ചെയ്യുക, ഇതെപ്പോഴും മനസ്സിലാക്കുക. പിന്നെ ഏതൊരു എക്സാം ആയാലും വാട്ട് മാറ്റേഴ്സ് ഈസ് യുവർ പ്രയോറിറ്റി. ഇപ്പം ചില എക്സാമിന് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് അനുമോദിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ നാളെ വളർന്ന് സമൂഹത്തിൽ പല മേഖലകളിലും പ്രവർത്തിച്ച് വളർന്ന് പന്തലിക്കേണ്ടവരാണ്. അവരിൽ നിന്ന് അനുമോദനം ഏറ്റുവാങ്ങുമ്പോൾ അവരെക്കാളെ എന്തായാലും ഈ മഹനീയ സദസ്സിന് സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ഈ പരിപാടി, ഈ ഒത്തുചേരലിൽ എല്ലാ ജനപ്രതിനിധികളെയും മറ്റ് സംഘടനാ പ്രവർത്തകരെയും ഒക്കെ ഒത്തുകൂടാൻ വേണ്ടി അവസരമൊരുക്കിയ ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് പ്രവർത്തനത്തിലൂടെ കാണിച്ചു തന്ന പ്രിയപ്പെട്ട നമ്മുടെ ബ്ലോക്ക് മെമ്പർ, ഈ പരിപാടി അധ്യക്ഷനുമായ മുഹമ്മദ് അലിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ PSC മെമ്പറും IUMS കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായ TT ഇസ്മായിൽ സാഹിബാണ്. അവരുടെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ മുഖ്യ അതിഥിയായി ഇവിടെ വന്നിട്ടുള്ള നമുക്കെല്ലാം അറിയുന്ന നമ്മുടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലില്ലി മോഹനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. LSS USS കരസ്ഥമാക്കിയ പ്രതിഭകൾ, അതുപോലെ തന്നെ IAS റാങ്ക് ജേതാവ് പ്രിയപ്പെട്ട ജഹാന ഷെറിൻ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, സ്വാഗത പ്രസംഗത്തിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വിദ്യാർത്ഥികളെയും വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു അനുമോദനം സംഘടിപ്പിക്കുകയും അതോടൊപ്പം ഞാൻ ഏകദേശം ജനപ്രതിയായിട്ട് 4 മാസം കഴിഞ്ഞു. കടലൂരിന്റെ വിദ്യാഭ്യാസ മറ്റു സാമൂഹ്യ സാംസ്കാരിക മേഖലകൾ പരിശോധിച്ചപ്പോൾ ഒരുപാട് അധ്യാപകന്മാർ, ഒരുപാട് ഡോക്ടർമാർ, ഒരുപാട് എഞ്ചിനീയർമാർ, അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രതിഭാശാലികളായ ആളുകൾ നമ്മുടെ കണ്ണൂർ പ്രദേശത്തുണ്ട്. പക്ഷേ സിവിൽ സർവീസ് എന്ന ഉന്നതി ഇന്ന് വരെ കണ്ണൂർ പ്രദേശത്ത് നിന്ന് ആരും എത്താൻ സാധിച്ചിട്ടില്ല. അതിന് ഏകദേശം 1-2 കുട്ടികൾ മാത്രമെയാണ് ഈ കണ്ണൂർ ഏരിയയിൽ നിന്ന് അതിനുള്ളൊരു പ്രാക്ടീസ് എടുക്കുന്നത്. പക്ഷേ കൂടുതൽ പേരെ ഇത്തരമുള്ള സിവിൽ സർവീസ് അടക്കമുള്ള മേഖലകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ അനുമോദനത്തിനോടൊപ്പം പിന്നെ ഇങ്ങനെ ഒരു സിവിൽ സർവീസ് ഓറിയന്റേഷൻ പ്രോഗ്രാം കൂടി സംഘടിപ്പിച്ചത്. നിങ്ങൾക്കറിയാം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമായ രീതിയിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഓരോ സാംസ്കാരിക സാമൂഹ്യ ബോധമുള്ള ഒരു വിദ്യാഭ്യാസം നേടിയെടുത്തുകൊണ്ട്, നല്ലൊരു പ്രാപ്തരായ സാമൂഹ്യ ബോധമുള്ള ഒരു വിദ്യാഭ്യാസം നേടിക്കൊണ്ട് സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല, നമ്മൾ ഒരുപാട് അതിഥികൾ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് പിന്നെ അവർക്കെല്ലാം മറ്റുള്ള പരിപാടികളെല്ലാം പങ്കെടുക്കുന്നതിന് കൊണ്ട് കൂടുതലായി സംസാരിക്കുന്നില്ല. പരിപാടിയിലേക്ക് ഞാൻ എത്തിയത് +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്നിവിടെ ആദരിക്കുകയാണ്. അതുപോലെ LSS USS വിജയികളായ മുഴുവൻ കുഞ്ഞുങ്ങളെ ഈ ചടങ്ങിൽ ആദരിക്കുന്നു. അതുപോലെ സിവിൽ സർവീസ് റാങ്ക് ഹോൾഡർ ജഹാന ഷെറിൻ എത്തിയിട്ടുണ്ടോ? ജഹാന ഷെറിൻ സാധിച്ചത് നിങ്ങൾ വളരെ കൃത്യമായി പഠിച്ചു, ആത്മവിശ്വാസത്തോടെ പഠിച്ചു, അർപ്പണ മനോഭാവത്തോടെ നിങ്ങൾ മുൻപോട്ട് നീങ്ങി. നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ അധ്യാപകർ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഈ സമൂഹം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം പിന്തുണയാണ് നിങ്ങളെ സഹായിച്ചത്. അപ്പോൾ +2 കഴിഞ്ഞവര് ഇനി പുതിയ കോഴ്സുകൾ, നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച കോഴ്സുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് മുൻപോട്ട് പോകണം. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് ആ കോഴ്സും ഈ കോഴ്സും അല്ല എടുക്കേണ്ടത്. നിങ്ങൾക്ക് എന്താവണം ജീവിതത്തിൽ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നേരത്തെയുള്ള തലമുറയൊന്നും അല്ല ഇത്. എന്താണ്? ഡിജിറ്റൽ തലമുറയാണ്. ഡിജിറ്റൽ സാക്ഷരത നേടിയ അല്ലെങ്കിൽ ഡിജിറ്റൽ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന തലമുറയാണ്. ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ പഠിക്കണം, എന്താവണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്വപ്നങ്ങൾ ധാരാളം കാണുന്നവരാണ് നിങ്ങൾ. ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകണമെങ്കിൽ
നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. പുസ്തകങ്ങൾ, കരിക്കുലം പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം നല്ല വായന ഞങ്ങൾ നടത്താറുണ്ട്. എല്ലാ കുട്ടികളും പറയുന്ന കാര്യമാണ്. അത് അവരുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയാകുന്നു. അങ്ങനെ അവർ വിചാരിച്ചെടുത്ത് കൃത്യമായി എത്തുകയും ചെയ്യും. വായന വളരെ പ്രധാനപ്പെട്ട ഒരു വിജയ മാർഗമാണ് എന്നുള്ളത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, നമുക്കൊരു ഗോളുണ്ട്. ദൈവം ഒരു നിയോഗം നമുക്കൊക്കെ വെച്ചു. നമ്മുടെ ജീവിതത്തിൽ നിയോഗങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഈ തീരദേശത്തുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ വികസനം നിർത്താത്ത പ്രദേശത്തുള്ള കുട്ടിയാണ്, എനിക്കൊന്നും കഴിയില്ല എന്ന് വിചാരിച്ച് എന്താ പറയാ ആകെ ഡെസ്പറേറ്റഡ് ആയിട്ട് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് എനിക്കും കഴിയും. Nothing is impossible. That means everything is possible. നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലും ഈ പരിസരങ്ങളിലും അനേകം കേസുകളും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി കുറേ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലായി തന്നെ കണ്ടുവരുന്ന യുവാക്കളാണ് പ്രധാനമായും ഇത്തരം കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നാശത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കി യാതൊരു തരത്തിലുള്ള ലഹരി വസ്തുക്കളും ഉപയോഗിക്കുകയില്ലെന്നും മറ്റുള്ളവരെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയില്ലെന്നും ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നും സൃഷ്ടിക്കുന്നതിനായി എന്റെ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുമെന്നും കേരള സർക്കാർ ലഹരി മാഫിയയുടെ വേരറുക്കാൻ. എൻ്റെ സഹോദരി, പ്രിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇവിടെ ഉദ്ഘാടനത്തിലും അതുപോലെ മുഖ്യപ്രഭാഷണത്തിലുമൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ഇന്ന് എല്ലാ സ്ഥലത്തും SSLC +2 റിസൾട്ട് വന്നതിന് ശേഷമുള്ള ആദരവുകൾ ഒരുപാട് നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവാം. അത് ഈ കടലൂർ ഡിവിഷനിലുള്ള SSLC +2 LSS MMS ഉൾപ്പെടെയുള്ള കുട്ടികളെ ഒന്നിച്ച് വിളിച്ച് ആദരിക്കുന്ന ഈ ചടങ്ങിന് നേതൃത്വം കൊടുത്ത നമ്മുടെ ഡിവിഷൻ മെമ്പറെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾ വിജയം. അതോടൊപ്പം നിങ്ങൾ പരാജയപ്പെട്ടവരെ നിങ്ങൾ ഒപ്പം നിൽക്കുക, അവരെ നിങ്ങൾ ഒപ്പം നിൽക്കുക. കാരണം പരാജയപ്പെട്ടവർ വിജയിച്ചു വരുമ്പോൾ അതിന് ശക്തി കൊടുക്കും. കാരണം പരാജയം നുകരുന്നവർക്ക് വിജയത്തിന്റെ പല മഹാന്മാരെന്ന് കണ്ടു. നല്ല കിരൽ വീഡിയോ എടുക്കുക. പല ആൾക്കാരും അപ്പുറം തന്നെ സുഹൃത്തെന്തോ എടുക്കുന്നോ അത് നോക്കി എടുക്കേണ്ട. തനിക്ക് ഏതാണോ സുഖമായി കയറിയത് അത് മാക്സിമം ഫോക്കസ് ചെയ്ത് അതിൽ ഒരാളെ വാക്ക് നമ്മുടെ സ്വന്തമായിട്ട് പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാം. ഒരു ദീർഘമായ ആശംസാ പ്രശ്നം നടത്തുന്നില്ല. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എല്ലാ മേഖല
you.